ആരാധനയിലേക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഭൂമിയിൽ ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്ന ദൈവം എത്രയോ വിശ്വസ്തനാണ് എന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വിശേഷാൽ ഇന്ന് ഉയർപ്പിൻ പ്രഭാതമാണ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ മരണത്തിൽ കല്ലറയ്ക്കൽ പോയി സുഗന്ധവർഗ്ഗങ്ങൾ അർപ്പിക്കുവാൻ പോയ മേരിയുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് കണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചിലതെല്ലാം ഒരുക്കി വെച്ച് നാം ഇന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. നമ്മൾ പാടിയതുപോലെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. അവിശ്വാസികളോട് പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. പക്ഷേ നമ്മളോട് പറഞ്ഞാൽ യേശു ജീവിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലെ പഴയ ദിവസത്തിലെ ഓരോ ആവശ്യങ്ങളിൽ മേലും ഓരോ കാര്യങ്ങളിൽ മേലും ദൈവപ്രവൃത്തിയെ നാം അനുഭവിച്ചത് അറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരുമിച്ച് സന്തോഷിക്കുവാനാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് നടക്കുകയാണ്. എവിടെ പോയാലും അവൻ ചാടുകയാണ്. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, നീ എന്തിനാ എത്രയ്ക്ക് ചാടണം, നീ ഒന്ന് അനങ്ങാതിരിക്കുക. അപ്പോൾ മറ്റൊരാൾ എല്ലായിടത്തും ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്, കണ്ണു തുറച്ച് ഇങ്ങനെ നോക്കുകയാണ്. മറ്റൊരാൾ വളരെ സന്തോഷത്തോടെ ഒച്ചനെ ഹല്ലേലൂയ പറയുകയാണ്, ദൈവത്തിന് ഓശന്നയൊക്കെ പറയുകയാണ്. അപ്പം അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന ആൾ പറയുന്നത് എന്താണെന്നറിയാവോ? വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കാലില്ലായിരുന്നു, എൻ്റെ യേശു എനിക്ക് കാല് തന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ദൈവസേനയിൽ സന്തോഷിക്കുകയാണ്. കണ്ണില്ലാത്തവൻ പറയുന്നത്, എനിക്ക് കുറേ നാളായിട്ടൊന്നും കാണില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കാണാം, ഇത് തന്നത് യേശുവാണ്, ആ യേശുവിനോട് ഞാൻ എങ്ങനെ നന്ദി പറയാതിരിക്കും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിസ്ഫോടനം നമ്മുടെ ആരാധനയിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു എന്ന് നാം വാ കൊണ്ട് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ അനുഭവിച്ചറിയുന്നവരായി തീരണം. ഹല്ലേലൂയ. അത് മറ്റൊരാളെ ശക്തിപ്പെടുത്തുവാണ്ട് വരും, അത് മറ്റൊരാളുടെ ജീവിതത്തെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാണ്ട് വരും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നോക്കിയാൽ ദൈവം നമുക്ക് ഒത്തിരി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പോയിട്ട് നിങ്ങളെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന്? ആരും പറഞ്ഞിട്ടില്ല. എത്ര വലിയ ഇതിഹാസികനായാലും എല്ലാം മരണത്തോട് തീർന്നു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയാൽ നിങ്ങളെയും എൻ്റെ അടുക്കൽ വന്ന് ചേർത്ത് കൊള്ളാം. ഹല്ലേലൂയ. നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിട്ടുണ്ടോ? ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. ഇത് ലോകത്തുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് നാം ഓരോരുത്തരും. കാരണം ദൈവത്തിൻ്റെ വിളി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട അനേകം ആളുകളുണ്ട്. ഹല്ലേലൂയ. അതിലും നമ്മളെ ആക്കി വെച്ചിരിക്കുക ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമ്മുടെ ആരാധനയിലും നമ്മുടെ കൂട്ടായ്മയിലെല്ലാം അത് വളരെയധികം റിഫ്ലക്റ്റീവ് ആണ്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവണം. ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധന എപ്പോഴാണ് തീരുന്നതെന്ന് ചോദിക്കുകയാണ് വന്നു. എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിക്കുകയാണ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 10 മണി തൊട്ട് 1 മണി വരെയും സ്തുതി ആരാധന എല്ലാം ചെയ്യും, അതിനുശേഷം 1 മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ ആരാധന തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതമാണ് ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചയിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ദൈവസന്നിധിയിൽ ജീവിച്ചു. ആ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് നാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ സ്തുതിയും ആരാധനയും സന്തോഷവും എല്ലാം ഒരുവനെ തന്നെ ബലപ്പെടുത്തുന്ന രീതിയിലായി തീരുവാണ്ട് വരും. ഹല്ലേലൂയ. നമ്മെ അതിനുവേണ്ടി ദൈവം വിളിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. ഓക്കെ. ഇവിടെ ഞാൻ ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചതുപോലെ
അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്തൃസേവ നിമിത്തം ബന്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെ വിളിച്ചിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വളരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും വിളിച്ചതാണ്. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? എന്ത് പർപ്പസാണ് നമ്മുടെ ഈ വിളിയിലുള്ളത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ കോൾ? നമ്മെ ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? സ്നേഹത്തിൽ നടപ്പാൻ, നമ്മളെ ഘോഷിപ്പാൻ. ഓക്കെ ഓക്കെ യാ, അനേക ഉത്തരങ്ങൾ എനിക്ക് ലഭിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടായ്മ ആചരിപ്പാൻ, സ്നേഹത്തിൽ നടപ്പാൻ, യേശുവിനോട് ജീവിപ്പാൻ. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിലായി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൽ വളരുവാൻ വേണ്ടി നമ്മെ വിളിച്ചു. യേശുവിനെ പോലെ ആകുവാൻ വേണ്ടി നമ്മെ വിളിച്ചു. ഒരു വലിയ ഒരു പർപ്പസിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ ഒരു ഉദ്ദേശമില്ലാതെയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മൾക്കറിയാം, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആരാണ് വിളിച്ചത്? ദൈവം, സർവശക്തനായ ദൈവം. നമ്മൾ ആദ്യമേ ആരാധന തുടങ്ങുന്ന സമയത്ത് ഒരു വാക്യം വായിച്ചു. യേശുവിൻ്റെ ആ രൂപത്തെക്കുറിച്ച് വായിച്ചല്ലേ? ഞാൻ വായിച്ചത് ഒരു പുതിയ ട്രാൻസ്ലേഷനാണ്. മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശ്യമായ കാലുള്ള ഒരു ശക്തനായ ഒരു ദൈവത്തെ ആണ് നാം ആരാധിക്കുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ വിളിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. എന്തിനു വേണ്ടി വിളിച്ചു? നമ്മളെ ദൈവം വിളിച്ചതിനൊരു പർപ്പസ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നമ്മെ വിളിച്ചത് നിത്യജീവൻ നൽകുവാനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഷോർട്ട് ടൈമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു നിത്യമായൊരു ജീവന് വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വിളിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പർപ്പസിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പലപ്പോഴുമുള്ള ഫ്യൂണറൽ സർവീസിനൊന്നും നമ്മൾ ഒത്തിരി കരയാതിരിക്കുന്നത്. നമുക്ക് വിഷമമുണ്ടാകും, പക്ഷേ ഒത്തിരി അലമുറയിട്ടൊന്നും കരയാറില്ല. കാരണം ദൈവം നമ്മെ ഒരു വലിയ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോർട്ട്ലൻഡിലുള്ള ബേബിജാൻ്റെ ആ ഫ്യൂണറലിൽ ഞങ്ങൾ പോകാൻ സാധിച്ചു. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പനേരത്തേക്കൊരു ബൈ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു നിത്യമായൊരു ജീവിതത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നിത്യജീവന് വേണ്ടി, വേറെ ഒരു ഭാഗത്ത് പറയുന്നു, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ ശരീരം എന്നുള്ളത് ഒരിക്കൽ നമ്മൾ വിട്ടുപോകേണ്ടവരാണ്. കാരണം ഈ ശരീരത്തിന്മേൽ പല രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 70, 80, 100 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ്. കാരണം അത്രത്തോളം ഉള്ള ഒരു ശരീരത്തിൻ്റെ ആ വർക്കിംഗ് കപ്പാസിറ്റിയേ നമുക്കുള്ളൂ. പക്ഷേ ഈ ശരീരം മാറി ഒരു നിത്യമായ ഒരു ശരീരത്തിലേക്ക് ആകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരണമെന്ന് പറയുന്നത്. കാരണം യേശു ഭൂമിയിലേക്ക് വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ശരീരം ക്രൂശിൽ നാനാവിധമാക്കപ്പെട്ടു. പക്ഷേ ആ മരണത്തിലൂടെ അനേക കുഞ്ഞുങ്ങളെ കാണുവാൻ, അനേക മക്കളെ കാണുവാൻ തക്കവണ്ണമുള്ള ഒരു ലക്ഷ്യം യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ക്രൂശ് തന്നെത്താൻ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. എന്നാൽ ആ മരണത്തിന് യേശുവിന് ഒടുക്കുവാൻ സാധിച്ചില്ല. മരണത്തെ ഉയർത്തെഴുന്നേറ്റ ഒരു യേശു നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മരണത്തെ അതിജീവിച്ച് ഉയർക്കുന്ന ഒരു ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിൽ ഓരോരുത്തരും വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൂടി വരുന്നപ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇതെല്ലാം നമ്മൾ ഇങ്ങനെ മറന്നുപോകാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ചിലപ്പോഴൊക്കെ ഓർമ്മക്കേടുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അതുമൂലം നമ്മുടെ പ്രവർത്തികൾ വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി വണ്ണം നടക്കണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ഈ വിളിയുടെ ആ വലിയ ആഴം മനസ്സിലാകുകയുള്ളൂ. പലപ്പോഴും അത് മറക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പുറമേയുള്ള കണ്ണുകളിലേക്കാണ് കൂടുതൽ നോട്ടവും ചിന്തയൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ അകമേയുള്ള കണ്ണുകൾ അടയുവാൻ സാധ്യതയുണ്ട്, ചിന്തകൾ കുറയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളിലുള്ള ഉള്ളിലെ കണ്ണുകൾ തുറക്കുമ്പോൾ
നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ആഴമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നെ വിളിച്ചിരിക്കുന്നത് പരമശക്തനായ ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു നിത്യജീവന് വേണ്ടിയുള്ള ഒരു വഴിയിലേക്കാണ് എന്നെ ഓരോ ദിവസവും ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അത് മറക്കാതെ വണ്ണം വീണ്ടും അതിലേക്ക് തിരിച്ചു വരണമെന്നാണ് പൗലോസോട് പറയുന്നത്. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ നല്ല ഒരു പൗലോസിൻ്റെ ഒരു മനോഹരമായൊരു ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിൽ 6 അധ്യായങ്ങളുണ്ട്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശവും പ്രാർത്ഥനയുമുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള 4, 5, 6 അധ്യായങ്ങളിൽ ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തുടക്കത്തിലാണ് ഇത് കാണാൻ സാധിക്കും. ഏകദേശം AD 60, 70, 62 കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രസന്നനായിരുന്നത്, ബദ്ധനായിരുന്നത്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിലായിരുന്നത്. അതിനുശേഷം 67 ആയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുവാനിട വന്നു. നീരോ ചക്രവർത്തിയുടെ തടങ്കലിൽ അദ്ദേഹം മരിക്കപ്പെടുവാനിട വന്നു. അതിനു മുമ്പ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളാണ്. കാരാഗ്രഹ ലേഖനം എന്ന് പറയുമ്പോൾ എഫേസ്യർ, കൊലോസിയർ, ഫിലോമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോൻ, ഈ ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങൾ അദ്ദേഹത്തിന് തൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ പറയാമായിരുന്നു. ഞാനും പ്രസന്നലായിരുന്ന സമയത്ത് ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയി. അതെല്ലാം ഞാൻ വലിയ കാര്യമായിട്ട് ചിന്തിച്ചൊക്കെ പറയുകയാണ്. പക്ഷേ പൗലോസിനെ സംബന്ധിച്ചോളം ഇതൊന്നും പുള്ളി പറയുന്നില്ല. പുള്ളി ആദ്യത്തെ വാക്കിൽ എന്താണ് പറയുന്നത്? കർത്തൃസേവ നിമിത്തം ബന്ധനായ ഒരു വാക്കിൽ അതിലും പറഞ്ഞ് അതിൽ നിന്നെല്ലാം മാറിയിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാ വണ്ണം നടക്കണം. കാരണം ഈ ലോകത്തിലെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം ഒരു ചെറുതാണ്, ഒരു ഷോർട്ട് ടൈമിലേക്കുള്ളതാണ്. നിത്യമായ ആ വിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ ഈ ചെറിയ സമയത്തെ പ്രയാസങ്ങളൊന്നുമല്ല നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ആ വിളിയുടെ യോഗ്യമായ വണ്ണം നാം നടക്കണം. ഈ താഴേക്ക് വായിക്കുമ്പോഴെല്ലാം അതിനെ ഓർപ്പിച്ച് പറയുകയാണ്. കാരണം ഇവിടെ അതിൻ്റെ 12ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും നാം ഇത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ള ശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ സ്വഭാവത്തിലെല്ലാം അതുണ്ടായിത്തീരണം. ആ അധികാരം ഉണ്ടായിത്തീരണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് തൽക്കുവാൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നമ്മെ സ്നേഹിച്ചു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി നൽകി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉദ്ദേശം നിത്യജീവനായി തീരുക, യേശുവിനെ പോലെ ആകുക, ഇതെല്ലാമാണ്. എന്നാൽ ഇത് പലപ്പോഴും മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിളിക്ക് യോഗ്യമായ വണ്ണം നടക്കണം. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ട്രാഫിക് വണ്ടികൾ തിരിച്ചുവിടുന്ന ഒരു പോലീസുകാരൻ. അദ്ദേഹത്തെ കണ്ടാൽ വളരെ സ്ഥൂലിച്ചതാണ്, വളരെ എല്ലുപോലെ ഇരിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം കൈയൊന്ന് ഉയർത്തി കാണിച്ചാൽ എത്ര ഹോഴ്സ് പവർ ഉള്ള വലിയ ട്രെയിലറും ട്രക്കൊക്കെ ആണെങ്കിലും അത് വന്ന് അവിടെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഉള്ള അധികാരവും അദ്ദേഹത്തിൻ്റെ യോഗ്യതയുമാണത്. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ യോഗ്യതയെ നാം പലപ്പോഴും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്. പിശാച് അത് വളരെ ടാക്റ്റിക്കായി, വളരെ തന്ത്രശാലിയായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ വിളിക്കുള്ള യോഗ്യതയിൽ നാം തുടരുമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് കാണുന്നത് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കാരണം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ക്വാളിറ്റിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം പലപ്പോഴും തഴയപ്പെടുവാണ് വരിക. ആ വാക്യം പറയുന്നത് ഒരു കല്യാണ സദ്യയ്ക്ക് വേണ്ടി ഒരു രാജാവ് തൻ്റെ പ്രജകളെ വിളിക്കുന്ന ഒരു ഭാഗത്താണ് അത് പറയുന്നത്. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. അതിൽ പറയുന്നത് വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടത് ചുരുക്കം. നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ വിളിയായിട്ട് വന്നവരാണ്. പക്ഷേ ഈ യോഗ്യത അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ പലപ്പോഴും ഈ വിളിയിൽ നമ്മുടെ
തകർച്ച സംഭവിപ്പാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടേണ്ടതാണ്. വിശ്വാസത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കുക. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് വിളിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഇല്ല, നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രൂപാന്തരത്തിലും നമ്മുടെ ഓരോ ദിവസത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തിലും ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മെ ഒരു ദിവസവും കൂടി ഒന്നും കൂടി നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള നല്ല സമയങ്ങളായി ഇത് തീരുവാനിടവരട്ടെ. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. 1 പത്രോസ് 3:9. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മളിലൂടെ ലോകത്തിന് എത്തിക്കുവാൻ വേണ്ടിയുള്ള ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. 1 പത്രോസ് 2:9 പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ഘോഷിക്കുവാൻ രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. എത്ര പ്രഷ്യസ് ആയിട്ടുള്ള വിളിയാണല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയാണ്, അതുകൊണ്ട് ഈ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ഈ പൗലോസ് ഈ വിളിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ എഫെസി ലേഖനത്തിൽ തൻ്റെ സഭയായ എഫെസിയിലുള്ള സഭയ്ക്ക് എഴുതുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും ആ ദൈവ വിളിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുവാനിട വരട്ടെ. ഹല്ലേലൂയ. ഒരു ജനറൽ കോളും ഉണ്ട്, ഒരു പേഴ്സണൽ കോളും ഉണ്ട്. ദൈവം ഒത്തിരി പേരെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മെ ഓരോരുത്തർക്കും വേണ്ടിയും ദൈവത്തിൻ്റെ ഒരു വിളിയും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പും പ്രത്യേകാൽ നമുക്ക് വേണ്ടിയുണ്ട്. ആ റോള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സഭയാകുന്ന ശരീരത്തിന്മേൽ നമ്മൾ ഒരു അവയവമായി നിൽക്കുമ്പോൾ ആ അവയവത്തിൻ്റെ റോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ആ വിളിയിൽ ഒരു പ്രത്യേക നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു റോളുണ്ട്. അത് നമ്മൾ വിശ്വസ്തമായിട്ട് ചെയ്യുക. അവിടെ വിശ്വസ്തമായി ചെയ്യുമ്പോൾ അന്ത്യയാത്രയിൽ എൻ്റെ വിശ്വസ്തനും എൻ്റെ വിശ്വസ്തനായ ദാസനെ എന്നുള്ള ആ വിളി കേൾക്കുവാണ് വരും. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് ശരീരമാകുന്ന യേശു തലയാൽ നിൽക്കുന്ന മറ്റ് അവയവങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പൊ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈ സഭയെ പണിയുന്നതിനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നാം ഓരോരുത്തരും ഒരു സഭയായി നിൽക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരോ ദൈവത്തിന്റെ പ്രത്യേക വിളിയും പർപ്പസും ഉണ്ട്. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസവും ഈ സഭ പണിയപ്പെടുകയാണ്. ക്രിസ്തുവിൽ സഭ പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഭ പണിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? സഭയെ പണിയുവാൻ. ഹല്ലേലൂയ. ഈ സഭയെ പണിയുവാനാണ് നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ സഭയെ പണിയുവാൻ നിങ്ങളുടെ റോൾ എന്താണ്? ദൈവം വിളിച്ചു. ദൈവം വിളിച്ചതിന് പ്രത്യേക ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അറിയില്ലെങ്കിൽ വിളിച്ചതിന്റെ ഉദ്ദേശമൊന്നും അറിയില്ല, വിളിച്ചതിന്റെ ഒരു ഗുണമില്ല അതിന്. പക്ഷേ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വിളിയിൽ നിങ്ങളുടെ ഒരു റോള് ദൈവം നിങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവസന്നിധിയിലെ വിജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവസാനം ഇങ്ങനൊരു വാക്ക് കേൾക്കും, നീയോ ലിജുവേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നിങ്ങൾക്ക് ആ വാക്യത്തിൻ്റെ നിങ്ങളുടെ പേരെഴുതി ഒന്ന് പറയാം. നീയോ, നിങ്ങളുടെ പേര് പറഞ്ഞ് പറയുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ.
നമ്മളുടെ വിശ്വാസത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. ലോകത്തെ നോക്കുന്ന ആളുകൾക്ക്, ലോകക്കാർക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷേ ദൈവം നിന്നെ നോക്കിക്കൊണ്ട് പറയും, നീ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടിയുള്ള ഒരു വിളിയും തെരഞ്ഞെടുപ്പും ദൈവം നമ്മളുടെ തലമേൽ വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഫ്യൂണറൽ സർവീസിലെല്ലാം നാം സന്തോഷത്തോടെ ആയിരിക്കുന്നതിന്റെ കാരണം. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ ഏത് പൊസിഷനിലാണോ ദൈവം ആക്കിയിരിക്കുന്നത് അതിന് യോഗ്യമാവണ്ണം നാം നടക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക അധികാരം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനനുസരിച്ച് ജീവിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ പാടിയതുപോലെ കർത്താവിന്റെ രൂപവും ഭാവവും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടേതായ ഈഗോയെ ഒന്ന് ഒടിക്കേണ്ടതായിട്ട് വരും. ഈഗോയെ ഒന്ന് മാറ്റി നിർത്തേണ്ടതായി വരും. അവിടെ എല്ലാം പറയണം, എൻ്റെ യേശു ആണ് എന്നിൽ ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില പരാജയത്തിലേക്ക് വരാം. എന്നാൽ ആ പരാജയത്തെ വിജയമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടിയുണ്ട്. ചില കാര്യങ്ങൾ നാം വിശ്വാസത്തോടെ ചിലതെല്ലാം പറയേണ്ടതായി വരാം. കാരണം കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ ഹൃദയത്തിലെ കണ്ണുകൾ കൊണ്ട് ചിലത് നാം കണ്ടുകൊണ്ട് പറയുകയാണ്, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് യേശു ജീവിക്കുന്നു എന്ന് നാം മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും കൂടെ ജീവിക്കുക. ഹല്ലേലൂയ. ഈ സഭയെ പണിയുവാനായി നമ്മെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ആ വിളിയുടെ യഥാർത്ഥമായ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം വരട്ടെ. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടുവാണ് വരണം. കർത്താവേ, നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് അങ്ങയുടെ വിളിക്ക് വേണ്ടി ഞാൻ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. അത് ഞങ്ങൾ ഉറപ്പാക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വായ കൊണ്ട് നമുക്കൊന്ന് പറയാം, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിളിയിൽ ഞാൻ സന്തോഷവാനാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ഹല്ലേലൂയ ശരീരത്തിന്റെ ഒരു അവയവമായി എന്നെ പണിയുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കാരണം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത എത്രയോ ഭയങ്കരമാണ് കർത്താവേ, എത്രയോ അത്ഭുതമാണ് കർത്താവേ. ആ നിത്യജീവന് വേണ്ടി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു ശരീരത്തിന് വേണ്ടി കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നീ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദിയുള്ള ഹൃദയം സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇടവരുത്തരുതേ. അങ്ങയുടെ സഭയെ പണിയുന്നവരായി തീരുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയെ സഭയെ പണിയുന്ന ഓരോ റോളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവേ, നിന്റെ വിളിക്ക് യോഗ്യരായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, പലതിലും പരാജയപ്പെട്ട അവസ്ഥകളുണ്ട്. ദൈവമേ, അങ്ങ് വിജയത്തിലേക്ക് നയിക്കണമേ, അങ്ങ് വിശ്വസ്തനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ ഉറപ്പിച്ചുകൊണ്ട് കർത്താവേ, ക്രിസ്തുവിൽ ഞങ്ങൾ പണിയപ്പെടുവാൻ ദൈവയുടെ ആക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവത്തിന്റെ ദയയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നീ കേൾപ്പിച്ച ദൈവവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ.